ഉണ്ണിമിശിഹായി സ്നേഹം നിറഞ്ഞവരെ, ക്രിസ്തുമസ് ഒരു ക്ഷണമാണ്. പൊന്നുണ്ണിയെ കാണാൻ ഇല്ലായ്മയുടെ പുൽത്തൊഴുത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാനുള്ള ക്ഷണം. അത് ദൂതൻ വഴിയോ ദർശനത്തിലൂടെയോ ആവാം. അവയുടെ പൂർത്തീകരണത്തിനായി പൊന്നു സമർപ്പിച്ച രാജാക്കന്മാരും കാലിത്തൊഴുത്ത് വിട്ടുകൊടുത്ത ഇടയന്മാരും ഉണ്ടായിരുന്നു. അവരുടെ സമർപ്പണത്തിനനുസരിച്ച് സുവിശേഷങ്ങളിൽ അവർക്ക് അധ്യായങ്ങൾ നീണ്ട ആദരവും അംഗീകാരവും ലഭിച്ചു. എന്നാൽ തനിക്ക് ലഭിച്ച സ്വപ്ന ദർശനത്തിനായി സ്വന്തം സ്വപ്നങ്ങളെ കുഴിച്ചു മൂടിയ തന്റെ ജീവിതം തന്നെ സമർപ്പിച്ച യോസേഫിന് സുവിശേഷങ്ങളിൽ നീതിമാൻ എന്ന ഒറ്റ വിശേഷണം കൊണ്ട് പൂർണ്ണവിരാമം ചെയ്യും. ഒരിടത്ത് നന്മയുടെ നിർഗുണമായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഒരിക്കൽ മാലാഖമാർ അദ്ദേഹത്തെ കാണാനെത്തി. അവർ അദ്ദേഹത്തോട് ചോദിച്ചു, ദൈവം താങ്കൾക്ക് എന്ത് വരമാണ് നൽകേണ്ടത്? രോഗികളെ സുഖപ്പെടുത്തണമോ? വേണ്ട, അത് ദൈവം ചെയ്താൽ മതി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. വീണ്ടും മാലാഖമാർ ചോദിച്ചു, തിന്മ ചെയ്യുന്നവരെ നന്മയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാനുള്ള കഴിവ് വേണമെന്ന്. വേണ്ട, അത് മാലാഖമാർ തന്നെ ചെയ്താൽ മതിയെന്ന് അയാൾ പറഞ്ഞു. ഒരിക്കൽ കൂടെ മാലാഖമാർ ചോദിച്ചു, നിങ്ങളുടെ സദ്ഗുണങ്ങളിലൂടെ ആളുകളെ ആകർഷിക്കുവാനുള്ള വരം തരട്ടെയെന്ന്. എല്ലൊന്ന് ആലോചിച്ച ശേഷം അയാൾ മറുപടി പറഞ്ഞു, വേണ്ട, അങ്ങനെ ചെയ്താൽ ആളുകൾ ദൈവത്തെ മറക്കും. പകരം ആരും അറിയാതെ നന്മ ചെയ്യാനുള്ള കഴിവ് തന്നാൽ മതി. ഒടുവിൽ മാലാഖമാർ അദ്ദേഹത്തിന്റെ നിഴലിന് അത്ഭുത ശക്തി നൽകി. അത് എവിടെ വീണാലും അവിടെ ഒരു അത്ഭുതം സംഭവിക്കും. വേദനകൾ മാറും, പൂവുകൾ വിരിയും, ഉറവകൾ പുറപ്പെടും. അങ്ങനെ ആളുകളുടെ ശ്രദ്ധ അദ്ദേഹത്തിന്റെ നിഴൽ വീണിരുന്ന സ്ഥലത്തായിരുന്നു. എന്നിട്ടും അദ്ദേഹം നന്മകൾ ചെയ്ത് കടന്നു പോയിക്കൊണ്ടേയിരുന്നു. നാളുകൾക്ക് ശേഷം ജനങ്ങൾ അദ്ദേഹത്തിന്റെ പേര് പോലും മറന്നുപോയി. പിന്നീട് നിഴൽ വിശുദ്ധനെന്നായി അദ്ദേഹത്തിന്റെ പേര്. നേരിന്റെ നന്മയുടെ പാതയിലൂടെ സ്ഥിരം നടക്കുന്നവർക്ക് കാലത്തിന്റെ കടന്നാക്രമണത്തിൽ സ്വന്തം പേര് പോലും നഷ്ടമാകും. എങ്കിലും കാലത്തിന് അവരുടെ നന്മയുടെ പ്രകാശത്തെ അന്ധമാക്കാൻ കഴിയുകയില്ല. സ്വപ്നങ്ങളായിരുന്നു യോസേഫിനെ യാഥാർത്ഥ്യങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. ആ യാഥാർത്ഥ്യങ്ങളോട് അദ്ദേഹം നിഷ്ക്രിയനായിരുന്നില്ല, മറിച്ച് സക്രിയനായിരുന്നു. മഞ്ഞുരുകുന്ന കാഴ്ച എല്ലാവർക്കും കാണാം, എന്നാൽ മനമൊരുകുന്നത് മനസ്സുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയും. ജോസഫിനെ പോലെ അവരുടെ അന്തർഗതങ്ങളെ അംഗീകരിക്കുന്നിടത്താണ് ക്രിസ്തു പിറക്കുന്നത്. ആരവങ്ങളുടെ അകമ്പടി കൂടാതെ നന്മകൾ ചെയ്ത് കടന്നുപോയിക്കൊണ്ടിരുന്ന നിഴൽ വിശുദ്ധനെ പോലെ മൗനം കൊണ്ട് സുവിശേഷങ്ങളിൽ മറഞ്ഞിരിക്കുന്ന യോസേഫും ഒരു ഓർമ്മപ്പെടുത്തലാണ്. നന്മയുടെ പ്രകാശത്തെ പ്രസരിപ്പിക്കാൻ സൂര്യനാവേണ്ടതില്ല, പിന്നെയും നിത്യപ്രകാശമായ ഈശോയുടെ നേരെ നിൽക്കാൻ മനസ്സ് കാട്ടിയാൽ മതിയെന്ന് ഓർമ്മപ്പെടുത്തൽ. അവിടെ ഇരുൾ മൂടിയ ഇരവിൽ സൂര്യപ്രകാശത്താൽ പൂനിലാവ് പൊഴിയുന്ന ചന്ദ്രനെ പോലെ നൊമ്പരപ്പെടുന്ന അവരുടെ ജീവിതത്തിനു മേൽ നമുക്കും നിഴലുകളാവാം. പരസ്യങ്ങളാലും പൊന്നാടകളാലും മലിനപ്പെടാത്ത നന്മയുടെ നിഴലുകൾ. ആകയാൽ പ്രിയരെ, പൊന്നുണ്ണിയെ കാണാൻ പുൽത്തൊഴുത്തിലേക്കുള്ള നമ്മുടെ യാത്രയിൽ ജോസഫിനെ പോലെ സ്വയം ഇല്ലാതായിത്തീരാൻ, സ്വന്തം സ്വപ്നങ്ങളെ ബലി കഴിക്കുവാൻ ഈ ക്രിസ്തുമസ് നമുക്കും കരുത്തു നൽകട്ടെ. ഏവർക്കും ആഗതമാകുന്ന ക്രിസ്തുമസിന്റെ മംഗളങ്ങൾ നേരുന്നു.